എൻ്റെ ഇത് കഴിച്ച് ഇതാണെങ്കിൽ 18 റിങ്കറ്റ്സ് ഒക്കെ കൊടുത്ത് ഫസ്റ്റ് ട്രൈ ചെയ്യണമല്ലോ, ഇവരുടെ ബെസ്റ്റ് ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് ട്രൈ ചെയ്തത്. മണത്തപ്പോൾ തന്നെ എനിക്ക് പാളിയോ എന്നൊക്കെ തോന്നി. പക്ഷേ കഴിച്ചപ്പോഴാണ് അതിലും പാളിയത്. പിന്നെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ളായിട്ട് കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഞാൻ എന്തായാലും ഇതൊരു ആക്ച്വലി ഒരു മുട്ടപ്പഴത്തിൻ്റെയും പഴയ ചക്കയുടെയും ഒരു അമിഞ്ഞ ഗാർലിക്കിൻ്റെയൊക്കെ ടേസ്റ്റാണ്, എന്നാലും കഴിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ഈ കൊക്കോമെലൺ ഈ ഒരു ജ്യൂസിൻ്റെ ഒക്കെയാണ്, അതെനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നമ്മൾ ഒക്ടോപ്പസ് ട്രൈ ചെയ്തു. ഒക്ടോപ്പസ് സത്യം പറയട്ടെ നമ്മുടെ ഒരു കൂന്തലിൽ ഭയങ്കര റബ്ബറി ആയിരുന്നു. അങ്ങനെ ടേസ്റ്റ് ഒന്നും പറയാനില്ല. അങ്ങനെ അതും കഴിച്ച് നമ്മൾ നേരെ പോയത് പിന്നെ സ്റ്റിക്കി റൈസ് കഴിക്കാൻ. ഇതൊക്കെ ഇവിടുത്തെ ഫേമസ് ഐറ്റമാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഫേമസ് ഐറ്റമേ ഒരു ടേസ്റ്റ് ഇല്ല, പിന്നല്ലേ അത്. എന്നിട്ട് ഞാൻ സ്റ്റിക്കി റൈസാണ് പിന്നെ അടുത്തത് മേടിച്ചത്. സ്റ്റിക്കി റൈസ് ആണെങ്കിൽ ഒരു ജീര റൈസ് കുഴച്ച് വന്ന പോലത്തെ, ഒരു മായ്ക്കാണെങ്കിൽ മധുരവും ഇല്ല ഒരു ഒന്നുമില്ല. അങ്ങനെ അതും കഴിച്ചു. എന്നിട്ട് നേരെ നമ്മൾ പിന്നെ സ്ട്രീറ്റൊക്കെ കറങ്ങി. ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങ എന്ത് ടേസ്റ്റാണ്, മാങ്ങയും തേങ്ങയൊക്കെ. ഇവിടെ ഒന്നും ഒരു ടേസ്റ്റില്ല. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ കഴിച്ചു. പിന്നെ സ്ട്രീറ്റിലേക്കൂടിയൊക്കെ നടന്നു. ഇതൊക്കെയാണ് നമ്മുടെ പാർട്ട് 1. ഇനി നമുക്ക് ഡേ 2 എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ കീപ് വാച്ചിങ്.